ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിലാണ്. കണ്ണൂരിലെ തന്നെ പ്രസിദ്ധമായ മുത്തപ്പ ക്ഷേത്രം വളപട്ടണം പുഴയുടെ തീരത്താണ്. ഞാനപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. പുഴയൊക്കെ നല്ല കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് മുത്തപ്പൻ മടപ്പുര. ഇതിൻ്റെ ഉള്ളിലാണ് ക്ഷേത്രവും മറ്റേ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമെല്ലാം. ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. രാവിലെ 9 മണി വരെ ഉല്ലാസ ബോട്ടുകളും അതിനുശേഷം യാത്രാ ബോട്ടുകളും സർവീസ് നടത്തുന്നുണ്ട് ഈ പുഴയിൽ കൂടി. കൂടാതെ നായ്ക്കളെ ആരാധിച്ച് പോരുന്നത് ഇവിടെ നമുക്ക് കാണാം. പിന്നെ നമ്മൾ നേരെ പോയത് അവിടുത്തെ പ്രസാദം കൂട്ട് നടക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ബെഞ്ചുകളുണ്ട്. അവിടെ ഇരുന്നാൽ മതി. പയറും തേങ്ങാക്കൊത്തും ചായയും ആണ് അവിടുത്തെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത്. അതവർ നമുക്ക് കൊണ്ടുതരും. പിന്നെ അവിടെ നേരെ ഞാൻ പോയത് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രം ഒരു അതിപുരാതന ക്ഷേത്രമാണ്. ഇവിടുത്തെ നിർമ്മിതികളെല്ലാം വെട്ടുകല്ലിൽ തീർത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പഴക്കം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിലെ മറ്റെങ്ങും ഇല്ലാത്തൊരു സവിശേഷതയായ ശ്രീകോവിലിൻ്റെ പടിയിൽ കയറി ചെന്ന് നമുക്ക് പ്രസാദം വാങ്ങിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രവും ഈ ക്ഷേത്രം തന്നെയാണ്. ഇത് ക്ഷേത്രത്തിലെ നടരാജ മണ്ഡപമാണ്. ഇത് ക്ഷേത്രത്തിന് പുറത്തുള്ള കുളമാണ്. ഇതുകൂടാതെ ക്ഷേത്രത്തിനുള്ളിൽ മറ്റു കുളം കൂടിയുണ്ട്. അതിൽ നിന്നാണ് ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കുള്ള ജലം ശാന്തിക്കാരെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനുള്ളിൽ കിണറില്ലാത്ത ഒരു ക്ഷേത്രവുമാണിത്. ഈ നടവഴി കാണുമ്പോൾ തന്നെ അറിയാം, ഇതെല്ലാം വെട്ടുകല്ലിൽ തീർത്തേക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം ഊഹിക്കാവുന്നത് ഈ നടവഴി കാണുമ്പോൾ തന്നെയാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമാണ്. അവിടുന്ന് ഞാൻ നേരെ പോയത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ്. ബീച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് മെയ് മാസം മുതൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. വാക്ക് വേ എല്ലാം ടൈലൊക്കെ ഇട്ട് പുല്ലെല്ലാം പാകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ വാഹനം ബീച്ചിലേക്ക് ഇറക്കാനോ ഓടിക്കാനോ സാധിക്കില്ല. മറ്റു പണികൾ നടക്കുന്നുണ്ട്. വാഹനം നമുക്ക് ബീച്ചിലിറക്കി ഓടിക്കാനുള്ള സൗകര്യം ആയിട്ടില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഓക്കെ, ബൈ.